പുഷ്പ 2 അങ്ങനെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, 3.5 മണിക്കൂറുണ്ട് ഈ സിനിമ. ഈ 3.5 മണിക്കൂറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിലെ കുറേ ഭാഗങ്ങൾ, അതായത് ഈ പടത്തിൻ്റെ ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ തുടക്കം ആദ്യത്തെ സീൻ തന്നെ നേരെ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് അടിച്ചിട്ടാണ് പടം തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് ഈ പടത്തിൻ്റെ ഗ്രാഫ് അന്യ റേഞ്ചിൽ കയറിയിട്ട് പിന്നെ നേരെ താഴോട്ട് വരും. ഇങ്ങനെ പൊങ്ങിയും താന്നും ഇങ്ങനെ പോകുന്നൊരു പടമാണ്. ഇതിനകത്ത് ഈ ഗ്രാഫ് ഇങ്ങനെ താന്നു പോകുന്ന ഇത്തരം സീൻസും സീക്വൻസും ഒക്കെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് അല്ലെങ്കിൽ അതൊന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയാൽ തന്നെ ഈ പടം തുടക്കം തൊട്ട് ഒടുക്കം വരെ കംപ്ലീറ്റ്ലി എൻ്റർടൈനിങ് ആൻഡ് എൻഗേജിങ് ആയിട്ടിരിക്കുന്ന ഒരു പടമാണ്. ഓക്കെ, ആ പടത്തിന് ആവശ്യമില്ലാത്ത കുറേ രംഗങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിൽ പുഷ്പ 1 എന്ന് പറയുമ്പോഴത്തേക്കിന് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പെട്ടെന്ന് ഉദിച്ചേർന്ന് കുറേ കഷ്ടപ്പാടുകളിലൂടെ മണ്ടയ്ക്കെത്തിയിട്ട് അങ്ങനെ പോകുന്നൊരു ജേണിയാണ്. അപ്പോൾ ഈ മണ്ടയ്ക്കെത്തിയതിന് ശേഷമുള്ള സാധനങ്ങളാണ് ഈ പറഞ്ഞുള്ള പുഷ്പ 2 കാണിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, അതായത് ഫസ്റ്റിൽ കാണിച്ച കുറേ സീൻസ് അതേപോലെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനൊന്നും പറ്റൂല. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പോവുക. പുഷ്പ 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ജേണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസ് മസാല ഫാമിലി ഓറിയൻറ്റഡ് മൂവി ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. കാര്യം ഇതിനകത്ത് കുറേ ഫാമിലി ഓറിയൻറ്റഡ് കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിനകത്തുള്ള ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഇതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത് ആ സിനിമയുടെ ഡയറക്ടറിന് പോയിട്ട് നമ്മുടെ മല്ലു അർജുന് പോലും, ഓക്കെ അല്ലു അർജുൻ അല്ലേ ഇപ്പം മല്ലു അർജുന് പോലും അറിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. കാര്യം ഞാനിങ്ങനെ എന്തിൻ്റെ ആവശ്യം ഇത്, ഇയാളെന്ത് ഡിങ്കനാ. ആ പടം കണ്ടവർക്കറിയാം ഫസ്റ്റ് തുടക്കത്തിലുള്ള ഒരു ഫൈറ്റ് സീൻ, ആ ഒരു ചൈനീസുകാരുമായിട്ടൊക്കെ ഉള്ള ആ ഒരു ഫൈറ്റിൻ്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മുടെ ഈ ഒരു റിയാസ് സലീം താടി മീശം വെച്ചിട്ട് പുഷ്പ 2 അഭിനയിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലത്തുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റി. ആൻഡ് ഈ പറയുന്ന പോലെ ഈ LGBTQ കമ്മ്യൂണിറ്റിയിൽ ഉള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലെ പടം കുറച്ചുകൂടെ ചില സീൻസ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നും. ചില സീൻസ് കാണുമ്പോഴത്തേക്കിന് ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ്ലി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു പുഷ്പ 1 എന്ന് പറയുന്നത് ഒരു ബാഹുബലി ആണെങ്കിൽ പുഷ്പ 2 എന്ന് പറയുന്നത് ഒരു ആദിപുരുഷായി ഒരു പക്ഷേ മാറിയേനെ. ഓക്കെ, എന്തൊക്കെയോ കാര്യം അങ്ങനെ ആവാണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഗ്രാഫ് ഇങ്ങനെ താഴോട്ട് പോകുന്ന ചില സീൻസ് ഉണ്ടെന്ന്. ഈ സാധനങ്ങളെ കവർ ചെയ്യാനെ കൊണ്ട് തൊട്ടിപ്പുറത്ത് തന്നെ മറ്റൊരു സീൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പടം ഇങ്ങനെ മണ്ടക്കൂട്ട് കയറി പോകുന്നുണ്ട്. നല്ല നമുക്ക് അടിപൊളി പുഷ്പ 1 കണ്ട പോലത്തെ ചില ഫീല് നമുക്ക് ഈ സാധനത്തിൽ 2 തോന്നും. ഓക്കെ, അപ്പം അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു നാർക്കോസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്, നമ്മുടെ പാബ്ലോ എസ്കോബാറിൻ്റെ. ആ ഒരു പാബ്ലോ എസ്കോബാറിൻ്റെ സീരീസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം അതിനകത്തിലൊരു മാസ് മസാല എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യൻ സിനിമകളിലെ കൂട്ട് ഈ പറയുന്ന വലിയ BGM അല്ലെങ്കിൽ അത്രത്തോളം ബ്രീഫ് ചെയ്തോ കാര്യങ്ങൾ അത്രത്തോളം ഒന്നും വരുന്നില്ല. ബട്ട് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേക്ക്, നമ്മുടെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇത്തരം ചില സാധനങ്ങളെ കുറച്ചൊന്ന് ചെറിയ രീതിയിൽ ബ്രീഫ് ചെയ്തിട്ട് കുറച്ച് BGM കാര്യങ്ങളൊക്കെ കുത്തി കയറ്റിയിട്ട് ഹൈപ്പ് കയറ്റിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു സാധനം ഇതിനകത്ത് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ഹ്യൂമൻ ഇമോഷൻസിനെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഹ്യൂമൻ ഇമോഷൻസ് വെച്ച് മാത്രം ഓടുന്ന ഒരു പടമാണ് പുഷ്പ 1 ആണെങ്കിലും 2 ആണെങ്കിലും. കാരണം ഒരൊറ്റ ഇമോഷൻ, വാശി, അഹങ്കാരം എന്ന് പറയുന്ന ഈ 2 ഇമോഷൻസ് ആണ് ഈ പടത്തിനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. ആൻഡ് ഇപ്പം ഇതിനകത്ത് ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലു അർജുൻ്റെ കാര്യം അറിയാല്ല, ഈ പറഞ്ഞ ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ പറഞ്ഞ പോലെ നാഷണൽ അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടി. അതിൻ്റേതായിട്ടുള്ള സെക്കൻഡിൽ വരുമ്പോഴത്തേക്കിന് ഈ പെൺവേഷം കിട്ടിയിട്ട് അഭിനയിക്കുന്നൊരു സീനുണ്ട്. അപ്പം നിങ്ങൾ ട്രെയിലറിനകത്തൊക്കെ കണ്ടതാണ്, അത് മുക്രയിട്ട് അഭിനയിക്കുകയാണ്. ഓക്കെ, മുക്രയിട്ട് അഭിനയിക്കുകയാണ്. അതിൻ്റെയൊക്കെ ആ ഒരു സീന് സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ആ ഒരു സീനെ തന്നെ പിന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു മാസ് സീന് പിന്നീടൊരു സ്ഥലത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ഡൗണിലോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അതിനെ കവർ ചെയ്യാൻ ഒരു ഡൗൺ ഉണ്ടായാൽ മാത്രമേ പിന്നീട് നമുക്ക് ഒരു മാസ് തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള ചില എലമെൻറ്റ്സ് നമുക്ക് കാണുമ്പോഴത്തേക്കിന് അത്ര രസകരമായിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇതിനകത്തുള്ള ചില ഭാഗങ്ങളൊക്കെ എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതായത് ഇവർ സീരിയസ് ആയിട്ട് ഉദ്ദേശിച്ചേക്കുന്ന സീനാണോ അതോ കോമഡി ആയിട്ട് ഉദ്ദേശിച്ചതാണോ എന്ന് അറിയത്തില്ല. ചില രംഗങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പക്ക കോമഡി ആയിട്ടാണ് തോന്നിയത്. പിന്നെ LGBTQ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം പുഷ്പേനെ ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു പരിപാടിയോ കാര്യങ്ങളൊക്കെയാണുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുഷ്പ 1 ഷിഖാവത്ത് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെയായിരുന്നു എക്സാക്റ്റ് ആ ഒരു ക്യാരക്ടറിൽ ഒരു കോട്ടം പോലും സംഭവിക്കാതെ തന്നെ പുഷ്പ 2 ഉണ്ട്. ആ ഒരു പെർഫോമൻസ് അടിപൊളിയാണ്. പക്ഷേ ഫസ്റ്റിൽ കിട്ടിയ പോലത്തെ ഒരു അത്രത്തോളം ഉള്ളൊരു പരിപാടി കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ഫസ്റ്റിൽ നമുക്ക് ഷിഖാവത്ത് ആ ഒരു പോലീസുകാരെ വരുമ്പോഴത്തേക്കും എൻ്റെ മോനെ സീനെന്ന് തോന്നില്ലേ, അത്രത്തോളം ഉള്ള സാധനം ഈ പുഷ്പ 2 വരുമ്പോഴത്തേക്കിന്
ഫഹദ് ഫാസിലിന് അത്രത്തോളം ഉള്ളൊരു ഇമ്പാക്ട് ഈ ഒരു സിനിമയിൽ അത്രത്തോളം കിട്ടിയെന്ന് എനിക്ക് തോന്നിയില്ല പേഴ്സണലി. ഓക്കെ, പിന്നെ നമ്മുടെ റഷ്മിക മന്ദാന, ശ്രീവല്ലി ഫസ്റ്റിനകത്തിലെ കൂട്ട് ഇതിനകത്ത് വലിയ അഭിനയിച്ച് വെറുപ്പിച്ചിട്ടൊന്നുമില്ല. ചില സീൻസ് കാര്യങ്ങളൊക്കെ നൈസാണ്, അടിപൊളിയാണ്, കണ്ടവർക്കറിയാം. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്തിൽ കുറച്ച് പാട്ട് സീൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നൈസാണ് റേ, അടിപൊളി സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ചില എലമെന്റ്സ് ഉണ്ട് നമ്മുടെ ഈ ഗൗതം വാസുദേവ് മേനോൻ സിനിമകളിൽ കാണുന്ന പോലത്തെ ചില സീൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ കാൽപാദത്തിന് നമ്മൾ എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന അത്തരം ചില സീൻസ് ഉണ്ടല്ലോ, അതുപോലത്തെ കുറച്ച് രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് തോന്നി, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാര്യം ഭയങ്കര ഭീകരനായിട്ടുള്ള എന്താ പറയുക, എല്ലാവരെയും കിടുകിട വിറപ്പിക്കുന്ന പുഷ്പരാജ് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ അയ്യോ ശ്രീവല്ലി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഏതാണ്ട് അതുപോലത്തെ സാധനമൊക്കെ തരാം. പിന്നെ എനിക്ക് ഈ പടം നല്ല രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. കാര്യം ഇതിനകത്ത് കുറേ സീൻസ് ഒക്കെ നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ. അതായത് ഈ ഒരു പദവിയിലോട്ട് ഇത്രയും വലിയൊരു പുഷ്പ 2 അതിനകത്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ അല്ലു അർജുന കിട്ടിയിരിക്കുന്ന ഇത്രയും വലിയൊരു ഹൈപ്പിൽ നിൽക്കല്ലേ, അവിടെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് രംഗങ്ങൾ, കൂടുതലും ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നത് അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ പുഷ്പ 1 കൂട്ട് നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി മണ്ടയ്ക്ക് കയറുന്നു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അതിവിടെ വലിയ രീതിയിൽ വരുന്നില്ല. കാര്യം ഓൾറെഡി മണ്ടയ്ക്ക് എത്തി, അതുകൊണ്ട് കാണിക്കേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ തുടക്കം തൊട്ട് ഒടുക്കം വരെ 3.5 മണിക്കൂർ നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ കാര്യമൊന്നും അല്ലടേ. പിന്നെ ഇതിനകത്തിലെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഗ്രാഫ് താഴോട്ട് പോയിട്ടുള്ള സീൻസ് കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഞാൻ ഈ പടം കാണാൻ പോയത് FDFS അല്ല കണ്ടത്, ഞാൻ അത് കഴിഞ്ഞുള്ള ഷോ ആണ് കണ്ടത്. അപ്പോൾ അതിന് മുന്നേ 2-3 തിയേറ്റർ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ തീർന്ന് വെറുതെ ടിക്കറ്റ് കാശ് പോലെന്ന് വിചാരിച്ചു. പക്ഷെ വിചാരിച്ച പോലത്തെ അത്രയും വലിയ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എന്തായാലും പുഷ്പ 1 എന്താ പറയുക, പുഷ്പ 1 റേഞ്ചിൽ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുഷ്പ 1 വേറെ, പുഷ്പ 2 ഒരു സെപ്പറേറ്റ് ഒരു എന്താ പറയുക യൂണിവേഴ്സിലുള്ള സാധനമാണെന്ന് ചിലപ്പോൾ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ക്ലൈമാക്സ് അങ്ങോട്ട് ഇന്ത്യ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ പുഷ്പ 3 ഉണ്ടെന്ന് നമ്മളിങ്ങനെ അറിയുന്നത്. ഓക്കെ, എന്തായാലും പുഷ്പ 3 വരാനെ കൊണ്ട് ബാക്കിയുള്ള ആൾക്കാർ എത്രത്തോളം എൻഗേജ്ഡ് ആണെന്നുള്ളതിന് എനിക്കറിയത്തില്ല. ബട്ട് ഞാൻ ഈ പറയുന്ന പോലെ പുഷ്പ 3 കാണാൻ ഈഗർലി വെയിറ്റിംഗ് ആണ്. കാര്യം എനിക്ക് ഈ പറയുന്ന പോലെ പുഷ്പ 2 എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് കണക്ട് ആയിട്ടുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത കുറേ ഈ ഇത്തരം കോമാളിത്തരങ്ങൾ കാണിക്കുന്ന കുറച്ച് സീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു സീൻ കാണിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തൊട്ടിപ്പുറത്ത് അതിൻ്റെ മണ്ടയ്ക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ്, ഇവിടെ താഴെ ഇച്ചിരി ഡൗൺ ആയിട്ടുള്ളതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ സാധനം ഇല്ലെങ്കിൽ തന്നെ പടം നല്ല രീതിയിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുടക്കം തൊട്ട് ഒടുക്കം വരെ എൻ്റർടൈൻ ആയിട്ട് നല്ല രീതിയിൽ പോകും. പിന്നെ ഇതിൻ്റെ BGM മിക്സിങ്ങും കാര്യങ്ങളൊക്കെ എൻ്റെടാ പിന്നെ പുഷ്പ 1 എന്താണോ അത് തന്നെയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു KGF നമ്മുടെ റോക്കി ബായുടെ ചില എലമെൻറ്റ്സ് പറയുന്ന പോലെ അത് നിങ്ങൾക്ക് പുഷ്പ 1 ചില നിങ്ങൾക്ക് കണ്ടിട്ടുള്ളതാണ്, ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലത്തെ ഉള്ള നമ്മുടെ KGF റോക്കി ബായ് എങ്ങനെയാണ്, എൻ്റെ ഒരു ഗോൾഡ് അങ്ങാണോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിർത്തി ഞാൻ കത്തിക്കും. ആ ഒരു സെയിം സാധനം തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ ചെറിയൊരു പബ്ലോ എസ്കൂബറാണ് നമ്മുടെ മല്ലു അർജുൻ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും സുഹൃത്തുക്കളെ. ഓക്കെ, പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം ഈ പറയുന്ന പോലെ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അടിപൊളി പടം തന്നെയാണ്. പിന്നെ ഇതിനകത്തിലെ കുറച്ച് എലമെന്റ്സ് കൊള്ളൂലെന്ന് വെച്ചാൽ നല്ല സീരിയസ് ആയിട്ട് ചെയ്തേക്കുന്ന ചില സീൻസ് ഉണ്ട്, എനിക്ക് കണ്ടപ്പോൾ പക്ക കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LGBTQ കമ്മ്യൂണിറ്റിക്ക് ആണെങ്കിൽ അതിലുള്ള ചില സീൻസ് കാണുമ്പോഴത്തേക്കിന് പൊളിക്കും. പിന്നെ പുഷ്പ 2 കാണാൻ പോകുന്നിടത്ത് നിങ്ങൾ ഈ ഒരു 3.5 മണിക്കൂർ നിങ്ങൾക്ക് കാണാനുള്ള ക്ഷമയുണ്ടെങ്കിൽ മാത്രം കാണുക. കാരണം ഇതൊരു സിനിമയാണ്, സിനിമാറ്റിക് രീതിയിൽ കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിനകത്തിലെ ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കാൻ നിൽക്കരുത്. ലോജിക്കും കാര്യങ്ങളും നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം വലിയ രീതിയിൽ കണക്റ്റ് ആയി നിന്നും വരത്തില്ല. ബട്ട് നമ്മൾ പുഷ്പ 1 ഉള്ളതിനേക്കാൾ കൂടുതൽ കുറച്ച് സാധനങ്ങൾ ഇതിനകത്ത് ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന, ഈ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഓറിയൻറ്റഡ് കുറച്ച് സാധനങ്ങൾ വരുമ്പോഴത്തേക്കിന് അത് അത്യാവശ്യം നൈസ് തന്നെയാണ്. അത്രയേ ഉള്ളൂ.